ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിതാ മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു നല്ല റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഇതാ മധുരക്കിഴങ്ങാണ്. ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണിത്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഈ ഉടച്ചെടുത്തിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സവാള ചേർത്തിട്ടുണ്ട്, നല്ല ചെറുതാക്കി കട്ട് ചെയ്ത സവാള. പിന്നെ അതാ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്, ഒരു പച്ചമുളകും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവറാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിച്ചത്. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉപ്പാണ് ഇട്ടത്. പിന്നെ ഇതാ കുറച്ച് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അരിപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അരിപ്പൊടിയുടെ കണക്കെന്ന് വെച്ചാൽ നമ്മളിത് മിക്സാക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരുപാട് ചേർക്കാൻ പാടില്ല. നമ്മൾ കോൺഫ്ലവറിൻ്റെ ഡബിളായിട്ടാണ് നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണെങ്കിൽ 6 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ അരിപ്പൊടി ചേർത്തത്. പിന്നെ ഇത് 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യം കുറച്ച് കോൺഫ്ലെക്സ് ആണ്. അപ്പോൾ കോൺഫ്ലെക്സ് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലോണം പൗഡർ പോലെ ആവാതെ തരിതരിയായിട്ടുള്ള അങ്ങനെയാണ് വേണ്ടത്. പിന്നെ അതാ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ കോൺഫ്ലവറും ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ നമ്മൾ കുഴച്ച് വെച്ചതിന് ഞാൻ പകുതി മാത്രമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു മധുരക്കിഴങ്ങാണ് ഉപയോഗിച്ചത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പലഹാരം ഉണ്ടാക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഒരു ടേസ്റ്റ് തന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒന്ന് പരത്തിയെടുക്കാം. നല്ലോണം തിന്നാക്കാതെ കുറച്ച് കട്ടിക്കാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. എന്നിട്ടൊന്ന് സൈഡെല്ലാം ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സൈഡെല്ലാം ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം കത്തി വെച്ച് ഇതുപോലെ ഒന്ന് നീളത്തിലും കൂടി കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നീളത്തിലും സൈഡിലൊക്കെ കട്ട് ചെയ്ത് എടുത്താൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരെണ്ണത്തിൽ തന്നെ ഒരുപാട് പീസാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം കുട്ടികൾക്ക് സ്നാക്കാക്കിയിട്ടും അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് ഞാനിതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു കട്ട്ലറ്റിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പാണ് ആക്കുന്നത്. കട്ട്ലറ്റ്, നഗറ്റ്സ് അങ്ങനെ കുട്ടികൾക്ക് ഏതൊരു ഇതിലാണെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ അതാ നമ്മൾ മിക്സാക്കി എടുത്ത ഈ മൈദയും കോൺഫ്ലവറും ഉണ്ടല്ലോ അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് നമ്മുടെ കോൺഫ്ലെക്സിലേക്കും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും എല്ലാ ഭാഗത്തും ആക്കി ഒന്ന് കവർ ചെയ്തതിന് ശേഷം എടുക്കാം. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഷേപ്പാക്കി എടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ ഒന്ന് നഗറ്റ്സിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കിയ ശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു ഭാഗത്ത് നല്ല ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ആ ഒരു സൈഡും നല്ല ക്രിസ്പി ആകുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിത് വൈകുന്നേരം കുട്ടികൾക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ സാൻഡ്വിച്ച് ആക്കിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയും കൂടി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ പുതിന ചട്നി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു നഗറ്റ്സും കൂടി വെച്ച് കുറച്ച് കെച്ചപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതൊന്നും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കെ. നമ്മൾ ഇതിൽ ഉപയോഗിച്ചത് സ്വീറ്റ് പൊട്ടാറ്റോ എന്നുള്ളത് നമുക്ക് അറിയുന്ന തന്നെ ഇല്ല. നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.